സജ്ജനങ്ങളെ, നമുക്കിന്ന് കോട്ടയത്ത് രാജാവിൻ്റെ കഥയാണ് പറയാനുള്ളത്. കോട്ടയത്ത് രാജകുടുംബം ഉണ്ടല്ലോ, അത് ബ്രിട്ടീഷ് മലബാറിൻ്റെ വടക്കേറ്റത്തുള്ള താലൂക്കുകളിൽ നിന്ന് കോട്ടയം താലൂക്കിലായിരുന്നു അക്കാലത്ത്. ഈ കുടുംബത്തിലുള്ള സ്ത്രീപുരുഷന്മാർ യഥാകാലം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നതിന് നല്ലോണം വിദ്യാഭ്യാസം ഉള്ളവരാണ് അവർ. മുൻകാലങ്ങളിൽ എവിടെ വിദ്വാൻമാരല്ലാതെ ഉണ്ടായിരിക്കുക പതിവില്ല. എല്ലാവരും നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യും. അതുകൊണ്ട് എല്ലാവരും വിദ്വാൻമാരായിരുന്നു എന്ന് വേണം പറയാൻ. എങ്കിലും ഒരു കാലത്ത് ആ രാജകുടുംബത്തിലെ ഒരു മന്ദബുദ്ധി ഉണ്ടായി എന്ന് പറയാം. ഒരു രാജകുമാരൻ അഭൂതപൂർവമായി സംഭവിക്കുന്നതിനിടയായി. എന്താ ചെയ്യുക, എല്ലാവരും വിദ്വാൻമാരാകുമ്പോൾ ഒരാളിങ്ങനെ വേണ്ടേ. അതുപോലെ ഇദ്ദേഹം എന്തോ ദൈവേച്ഛയാൽ ഒരു മന്ദബുദ്ധിയായിപ്പോയി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് കുറഞ്ഞിവിടെ പ്രസ്താവിക്കാൻ ഭാവിക്കുന്നത്. അക്കാലത്ത് ആ രാജകുടുംബത്തിൽ രാജാധിപത്യം ഉണ്ടായിരുന്നതിനാലും വേറെ പുരുഷന്മാർ അവിടെ ഇല്ല. ഇദ്ദേഹത്തെക്കാൾ മൂത്തവരായി ഉണ്ടായില്ല. ഇദ്ദേഹമായിരുന്നു അന്ന് ഉള്ളത് വെച്ചിട്ട് മൂത്തയാള്. അപ്പോൾ ഈ രാജകുമാരന് സ്വാഭാവികമല്ലത്. ബാല്യകാലത്ത് സാധാരണയായി അധികം താല്പര്യത്തോടുകൂടി വിദ്യാഭ്യാസം ചെയ്യിച്ചു. എന്നിട്ടെന്ത് വേണ്ടത്, തന്നിമിത്തം യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ രാജ്യഭാരം വഹിക്കേണ്ട ചുമതലക്കാരനെ നമ്മുടെ കഥാനായകൻ എന്തായിരുന്നോ, കേവലം മൃതപ്രായമായി തന്നെ വളർന്നു വന്നു. അത്യന്തം വിദുഷിയായ ഒരു രാജ്ഞിയുടെ പുത്രനും അതുപോലെ തന്നെ ആ മാതാവിനാൽ യഥോചിതം വളർത്തപ്പെട്ടയാളും ആയിരുന്നു. എന്നിട്ടോ സകല ശാസ്ത്ര പാരംഗതന്മാരായ പണ്ഡിത വര്യന്മാരാൽ ധാകാലം അതിശ്രദ്ധയോടുകൂടി ശിക്ഷിക്കപ്പെട്ടയാളുമായ ഈ രാജകുമാരൻ മന്ദബുദ്ധികളെ എത്ര തന്നെ ജാഗ്രതയോടുകൂടി വിദ്യാഭ്യാസം ചെയ്യിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാവുന്നതല്ലെന്നുള്ളതിലേക്ക് ഒരു നല്ല ദൃഷ്ടാന്തമായിരുന്നു, ഒരു തെളിവായിരുന്നു ഇദ്ദേഹം. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടീനെ എത്ര തന്നെ പഠിപ്പിക്കാൻ നോക്കിയിട്ടും എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ലാണ്ടായിപ്പോയി. ഈ രാജകുമാരൻ ഏകദേശം 16 വയസ്സ് പ്രായമായി. ആ സമയത്ത് എന്ത് ചെയ്തു വെച്ചാല്, രാജ്യാധിപനായ അന്നത്തെ കോഴിക്കോട് സാമൂതിരിപ്പാട് തമ്പുരാൻ തീപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. രാജാവ് തീപ്പെട്ടു, ആന ചെരിഞ്ഞു, ഇങ്ങനെയൊക്കെയാണല്ലോ പറയാറ്. അപ്പൊ ഈ രാജാവ് മരിച്ചുപോയിനർത്ഥം, തീപ്പെട്ടു പോയി. ഈ രണ്ട് രാജകുടുംബാംഗങ്ങളും തമ്മിൽ മുമ്പിനാലെ വളരെ ബന്ധുത്വത്തോടു കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അടിയന്തരം അന്വേഷിക്കാനായി പരസ്പരം പോവുക പതിവുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയൊക്കെ ചെയ്യും. അങ്ങനെ പോവുകയോ വരികയോ ചെയ്താൽ രണ്ട് സ്ഥലത്തുള്ള രാജാക്കന്മാരും നല്ല വ്യുൽപ്പന്നന്മാരായിരിക്കുന്നതിനാൽ അവരുടെ പരസ്പര സംഭാഷണം തന്നെ ആർക്കും മനസ്സിലാവില്ല. ഗീർവാണ ഭാഷയിലാണ് പതിവ്. അതിനാൽ സാമൂതിരിപ്പാട് തമ്പുരാൻ തീപ്പെട്ടുപോയി എന്നുള്ള വർത്തമാനം കേട്ടപ്പോഴേക്കും ആ രാജകുമാരന്റെ അമ്മയായ രാജ്ഞിക്ക് പറഞ്ഞറിയിക്കാനാവാത്തതായ മനസ്താപം ഉണ്ടായി. സാമൂതിരിപ്പാട് തീപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അടിയന്തരം അന്വേഷിക്കുന്നതിനായി കീഴ്മര്യാദ, പണ്ടേയുള്ളൊരു മര്യാദ പ്രകാരം ഒരാൾ പോകാതെ ഇരുന്നാൽ അത് ലൗകികത്തിനും വേഴ്ചയുടെ സ്ഥിതിക്കും വളരെ മോശമാണ് എന്നവർക്കറിയാലോ. പോവുക എന്ന് വെച്ചാൽ ഏകദേശം പുരുഷപ്രായം തികഞ്ഞിട്ട് ഈ മൂഢാഗ്രേസരനായ കുമാരനല്ലാതെ ആരുമില്ല താനും പോവാൻ. എന്ത് ചെയ്യും? ഇയാൾ അവിടെ ചെന്നാൽ വല്ലതും ഒരു വാക്ക് ഗീർവാണത്തിൽ സംസാരിക്കണമെങ്കിൽ അറിഞ്ഞുകൂടാ. അവർ വല്ലതും പറഞ്ഞെങ്കിൽ അത് മനസ്സിലാവുകയുമില്ല. ഈശ്വര, എന്താണ് വേണ്ടത് ദൈവമേ, വലിയ കഷ്ടമായി തീർന്നുവല്ലോ എന്നിങ്ങനെ വിചാരിച്ച് രാജ്ഞി വല്ലാതെ വ്യസനിച്ചു. പാവം. ഒടുക്കം ഈ രാജകുമാരനെ തന്നെ പറഞ്ഞേക്കാമെന്നും അവിടെ ചെന്നാൽ വല്ലതും ഒരു വാക്ക് ചോദിച്ചാൽ മതിയെന്നും പിന്നെ വേണ്ടുന്നതൊക്കെ പറയുന്നതിന് നല്ല വിദ്വാൻമാരായ ചില ആളുകളെ കൂടെ അയക്കാം. ഇദ്ദേഹല്ലേ വന്ന ബുദ്ധിയുള്ളൂ, അപ്പം വിവരമുള്ളവരെ കൂടെ അയക്കാമെന്ന് വിചാരിച്ചു. രാജകുമാരൻ ഗാംഭീര്യം നടിച്ചിരുന്നത് കൊള്ളട്ടെ, ഇങ്ങനെ വലിയ ഗാംഭീര്യത്തിനൊന്നും കുറവില്ല. അങ്ങനെ ഗാംഭീര്യം നടിച്ചിട്ടിരുന്നാൽ മതി എന്ന് മറ്റും തീർച്ചപ്പെടുത്തി. അപ്പോൾ തൻ്റെ പുത്രനെ അടുക്കലിരുത്തി കോഴിക്കോട്ട് ചെന്നാൽ ചോദിക്കേണ്ടതായ മയാക്യം കർത്തവ്യം എന്ന ഒരു വാക്യം ഒരു വീട് ഇച്ചു തുടങ്ങി. സംസ്കൃതം, എല്ലാവരും സംസ്കൃതത്തിലാണ് സംസാരിക്കല്. അപ്പം അതാണ് ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടുന്നത്.
അങ്ങനെ 3 അഹോരാത്രം ഉരുവിട്ടപ്പോഴേക്കും അത് രാജകുമാരന് ഒരുവിധം പാഠമായി. പിന്നെയും അധികം താമസിച്ചാൽ പുല കഴിയുന്നതിന് മുമ്പേ അവിടെ ചെന്ന് കാണുന്നതിന് ദിവസം മതിയാകാതെ വരുമല്ലോ. അതുകൊണ്ട് എന്തു ചെയ്തു? അവിടെ എത്തുന്നത് വരെ ഈ വാക്യം ഉരുവിട്ടുകൊള്ളുന്നതിന് തൻ്റെ പുത്രനോടും ശേഷം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മറ്റു ചില വിദ്വാൻമാരോടും പറഞ്ഞുറപ്പിച്ച് രാജ്ഞി വരെ യാത്ര അയപ്പിച്ചു. എവിടത്തേക്ക്? കോഴിക്കോടേക്ക്. പരിവാര സമേതൻ രാജകുമാരനെയും കൊണ്ട് അതിവിദ്വാൻമാരായ ചില യോഗ്യന്മാർ പുറപ്പെട്ടു. കോഴിക്കോട് എത്തുന്നതൊരു ഇവർ ഈ വാക്യം ഇടവിടാതെ പറഞ്ഞു കൊടുക്കുകയും രാജകുമാരൻ ഉരുവിടുകയും ചെയ്തു. കിമ്മയാ കർത്തവ്യം. അവിടെ എത്തിയ ഉടൻ തന്നെ സാമൂതിരി സ്ഥാനം ഏറ്റ് നാട് വാഴാനിരിക്കുന്ന ആളായ ഇളങ്കൂർ രാജാവ് യഥോചിതം എതിരേറ്റ് കൊണ്ടുപോയി സൽക്കരിച്ചിരുത്തി ഇവരെ, ഈ രാജകുമാരനെയും വന്ന പരിവാരങ്ങളെ. ഉടനെ രാജകുമാരൻ തൻ്റെ അമ്മ ഉപദേശിച്ചിരുന്നതും താൻ അതുവരെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതുമായ ആ വാക്യം പോലും ശരിയായി പറയാൻ കഴിയാതെ അയ്യോ അതും കൂടി മറന്നുപോയി. മയാക്കിം കർത്തവ്യം എന്ന് ചോദിച്ചു. രാജകുമാരൻ മയാ എന്നുള്ളതിൻ്റെ ദീർഘം കൂടാതെ അബദ്ധമായി പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം ഒരു മൂഢനാണെന്നും മയാ എന്നാൽ കിം എന്ത് എന്നും കർത്തവ്യം എന്ന് വെച്ചാൽ ചെയ്യപ്പെടേണ്ടത് എന്താണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ താല്പര്യമെന്നും മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വലിയ പണ്ഡിതനാണല്ലോ, അതുകൊണ്ട് കാര്യം മനസ്സിലായി. അതുകൊണ്ട് കോഴിക്കോട് രാജാവ് പരിഹാസമായിട്ട് ദീർഘോച്ചാരണം കർത്തവ്യം എന്ന മറുപടി പറഞ്ഞു. ഉണ്ടോ? ബന്ധുക്കളായിട്ടുള്ളവർ അടിയന്തരം അന്വേഷിക്കാനായി ചെല്ലുന്ന സമയം ഞാനിപ്പോൾ ഇവിടെ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ആവശ്യമുള്ളതിനെ പറഞ്ഞാൽ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് വേണമല്ലോ പറയാൻ. അതാണ് കിമ്മയ കർത്തവ്യം എന്ന് പറഞ്ഞു കൊടുത്തത്. ഞാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാണ് രാജ്ഞി ആ അർത്ഥം ഒക്കെ വരത്തക്കതായി ചെറിയ വാക്യം പഠിപ്പിച്ചു വിട്ടത്. പക്ഷെ അതിങ്ങനെ പരിണമിച്ചുവല്ലോ ദൈവമേ. കോഴിക്കോട് രാജാവിന്റെ പരിഹാസവചനം കേട്ട് കൂടെയുണ്ടായിരുന്ന വിദ്വാൻമാർ വളരെ ലജ്ജിച്ച് രാജകുമാരനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോന്നു. പിന്നെന്തും ചെയ്യേണ്ടത് അവര്? കോട്ടയത്തെത്തി വിവരം രാജ്ഞിയെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ രാജ്ഞിക്കുണ്ടായ വ്യസനവും ലജ്ജയും ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം രാജ്ഞി വിഷമിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ഗുരുവായൂരപ്പാ? രാജ്ഞി സ്വയം പറഞ്ഞു. അതുപോലെ ഈ കുട്ടിയോട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിന് താൻ ദീർഘം കൂട്ടി ഉച്ചരിച്ചാൽ മതി എന്നുള്ള ആ മറുപടി എത്രയോ ഹാസ്യ സൂചകമായിരിക്കുന്നു. ഇതിലധികം അവമാനം ഇനി ഈ സ്ഥാനത്തേക്ക് വരേണ്ടതില്ല. ഇതിനു മുമ്പ് ഇങ്ങനൊരു അവമാനം ഈ വംശത്തിലുള്ളവർക്ക് വന്നതായിട്ട് കേട്ടറിവ് പോലും ഇല്ല. ഇപ്പൊ ഈ കുമാരനിമിത്താണല്ലോ ഇതിന് സംഗതിയായത്. ഇങ്ങനെയുള്ള പുത്രൻ ഉണ്ടായിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നിങ്ങനെ വിചാരിച്ച് വ്യസനാകുലയ രാജ്ഞി എന്ത് ചെയ്തു എന്നറിയോ? തൻ്റെ പുത്രനെ പിടിച്ചു കെട്ടി കുമാരധാരയിൽ കൊണ്ടുപോയി ഇടുന്നതിനുടനെ രാജഭടന്മാർക്ക് കൽപ്പന കൊടുത്തു. കുമാരധാര എന്ന് പറഞ്ഞൊരു വലിയ വെള്ളച്ചാട്ടം. അവർ തൽക്ഷണം അപ്രകാരം ചെയ്യുകയും ചെയ്തു. കുമാരധാര എന്ന് പറയുന്ന കോട്ടയത്ത് തന്നെയുള്ള ഒരു അരുവിയുടെ വെള്ളച്ചാട്ടമുള്ള പുണ്യസ്ഥലത്തിന്റെ പേരാണ്. പുണ്യസ്ഥലമാണത്. അത് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കണം. അവിടെ ഒരു മലയുടെ മുകളിൽ നിന്നും തുമ്പിക്കൈ വണ്ണത്തിൽ സദാ യാതൊരു പ്രതിബന്ധവും കൂടാതെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഉദ്ദേശം 10 ആള് താഴെയാണ് അത് ചെന്ന് വീഴുന്നത്. അവിടെ മാത്രം നേരം കിടന്നാൽ ഏതു പ്രാണിയും മരം പോലായി പോകും. അത്രമാത്രം തണുപ്പുള്ള ഒരു വെള്ളച്ചാട്ടമാണത്. നേരത്തോട് നേരം അവിടെ കിടന്നിട്ട് മരിക്കാതെ ജീവിച്ച് കയറുന്നതിന് സംഗതിയായി എന്ന് വെക്കാം. എന്നാൽ അത്ര മൂഢനായ മനുഷ്യനും അതിവിദ്വാനും ഒരു നല്ല കവിയുമായി തീരുകയും ചെയ്യും. അതിലങ്ങനെ കടക്കാൻ പറ്റിയെങ്കിൽ ഗംഭീരനായിട്ട് വരും. അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ മാഹാത്മ്യം. പക്ഷേ നാഴിക തികച്ചു കിടന്നാൽ ഏതൊരുത്തനായാലും മരിച്ചു പോകുമെന്നുള്ളതും തീർച്ചയാണ്. കിടക്കാനാവില്ല. അത്രമാത്രം ഐസും കട്ടയിലുള്ളിൽ എങ്ങനെ കിടക്കല്? നമ്മുടെ കഥാനായകനെ രാജകുമാരനെ കുമാരധാരയിൽ കെട്ടിയിട്ടതിന്റെ പിറ്റേ ദിവസം ആ സമയത്ത് ചെന്ന് എടുത്തു നോക്കിയപ്പോൾ അദ്ദേഹം ദേഹമാസകലം മരവിച്ച് മിണ്ടാൻ പോലും കഴിയാതെ നിശ്ചേഷ്ടനായിരുന്നു. എങ്കിലും ശ്വാസം പോയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിൽ ചത്തിട്ടില്ല.
മരവിച്ചു. അങ്ങനെ മനസ്സിലായതുകൊണ്ട് രാജഭടന്മാരെടുത്ത് തൽക്ഷണം രാജ്ഞിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. ഉടനെ രാജ്ഞിയുടെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിന്റെ തണുപ്പ് മാറ്റുന്നതിന് തക്കതായ പ്രതിവിധികൾ ചെയ്തു തുടങ്ങി. എന്തിന് വളരെ പറയുന്നു, കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും രാജകുമാരന് പൂർണ്ണമായും സുഖം സിദ്ധിച്ചു. ആരോഗ്യം വീണ്ടുകിട്ടി. അതോടുകൂടി ബുദ്ധിയുടെ മാന്ദ്യവും തീർന്നു. അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഇദ്ദേഹത്തിന് ബോധം വീണ് നാക്കെടുത്ത് സംസാരിക്കാനായപ്പോൾ തന്നെ എന്താ പറയുന്നതല്ലേ. അദ്ദേഹത്തിന്റെ വചന നദികൾ അമൃതിനെ അതിശയിപ്പിക്കുന്ന മാധുര്യത്തോടുകൂടി കവിതാരൂപത്തിലാണ് പ്രവഹിച്ചത് എന്ന് വേണം പറയാൻ. അപ്പോൾ മാതാവായ രാജ്ഞിക്കും മറ്റുള്ള സകല ജനങ്ങൾക്കും ഉണ്ടായ സന്തോഷവും അത്ഭുതവും ഒക്കെ പറഞ്ഞറിയിക്കാൻ തന്നെ പ്രയാസാണ്. പിന്നെ അതിയോഗ്യനായ ഒരു ശാസ്ത്രികളുടെ രാജകുമാരനെ യഥാക്രമം വിദ്യാഭ്യാസം ചെയ്യിക്കുകയും ചെയ്തു. അങ്ങനെ ചെറിയൊരു കാലം കൊണ്ട് തന്നെ അദ്ദേഹം സകല ശാസ്ത്ര പാരദൃശ്യമാവുന്ന വെച്ചാൽ ശാസ്ത്ര പാരംഗത അത്രയും ഗംഭീരം ആയി ഒരു പ്രസിദ്ധ കവിയുമായി തീരുകയും ചെയ്തു. ഇദ്ദേഹമാണ് കോട്ടയം കഥകൾ എന്ന പ്രസിദ്ധങ്ങളായ 4 കഥകളി ആട്ടക്കഥകളുടെ നിർമ്മാതാവ് കോട്ടയം തമ്പുരാൻ. മന്ദോത്കണ്ഠാകൃതാസ്ഥേന ഗുണാധികതയാ ഗുരൗ ഫലേന സഹകാര്യസ്യ പുഷ്പോദ്ഗമ ഇവ പ്രജാഹ എന്ന് പറഞ്ഞതുപോലെ കോട്ടയത്ത് രാജകുടുംബത്തിൽ അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കീർത്തിയോടും പ്രതാപത്തോടും കൂടി വേണ്ടും വണ്ണം രാജ്യപരിപാലനം ചെയ്തിട്ട് ഇദ്ദേഹം സുഖമാകും വണ്ണം വസിച്ചു എന്ന് വേണം പറയാൻ. ഈ കോട്ടയത്ത് തമ്പുരാൻ ഒറ്റ ശ്ലോകങ്ങളായിട്ടും മറ്റും അനേകം കൃതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും മേൽപ്പറഞ്ഞ 4 ആട്ടക്കഥകളോളം പ്രസിദ്ധിയും പ്രചാരവും മറ്റൊന്നിനുമില്ല. കഥകളി സ്വതവേ രാജാക്കന്മാർക്ക് കഥകളി ഭ്രാന്ത് കൂടുതലാണ്. ഇദ്ദേഹം ഒന്നാമതുണ്ടാക്കിയ ആട്ടക്കഥ ബധവധമാണ്. ഇതുണ്ടാക്കി തീർത്ത ഉടനെ ഗുരുനാഥനെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഇത് സ്ത്രീകൾക്ക് കൈകൊട്ടികൾക്ക് വളരെ നന്നായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്റെ കവിതയ്ക്ക് ഗാംഭീര്യവും അർത്ഥപുഷ്ടിയും മതിയായില്ലെന്നാണ് ഗുരുനാഥന്റെ അഭിപ്രായം എന്ന് തമ്പുരാന് മനസ്സിലായി. അവിടെ നിന്ന് ചെറിയൊരു പരിഹാസം കിട്ടിയെന്നർത്ഥം. ഇനി അങ്ങനെ പോരാ എന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടാക്കിയതാണ് കൃമീരവധം. അതും തീർന്ന ഉടനെ ഗുരുനാഥനെ കാണിച്ചു. ഗുരുനാഥൻ അത് നോക്കിയിട്ട് ഇത് മുമ്പിലത്തെ പോലെയല്ല, ഒരു വ്യാഖ്യാനം കൂടെ വേണം, എന്നാൽ പഠിക്കുന്നവർക്ക് വ്യുൽപ്പത്തി ഉണ്ടാകാൻ നല്ലതാണ് എന്ന് ആ ഗുരുനാഥൻ പറഞ്ഞു. ഈ വാക്കിന്റെ സാരം കാഠിന്യം അധികമായി പോയി എന്നാണല്ലോ. ആദ്യത്തേതിന് പോരാതെയും പോയി, ഇതിനധികവുമായി. എന്നാൽ ഇനി ഇടമട്ടിലൊന്നുണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് മൂന്നാമത് അദ്ദേഹം ഉണ്ടാക്കിയതാണ് കല്യാണ സൗഗന്ധികം ആട്ടക്കഥ. അത് ഗുരുനാഥൻ കണ്ടിട്ട് കഥ ഇതായതുകൊണ്ട് കവി ഒരു സ്ത്രീജിതനാണെന്ന് ജനങ്ങൾ പറയും. എന്തെന്നിപ്പാ ഈ ഗുരുനാഥൻ ഇങ്ങനെ എല്ലാറ്റിനും സ്വയ്പാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പാഞ്ചാലിയുടെ വാക്കേട്ട് ഭീമസേൻ കല്യാണ സൗഗന്ധികം കൊണ്ടുവരാൻ പോയില്ലേ, ആ കഥയായതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഇനി ഉർവശിയുടെ അപേക്ഷയെ അർജുനൻ നിരാകരിച്ച കഥ ആയി കളയാം. എന്നാലോ എന്താണ് ഇദ്ദേഹം പറയുന്നത് നോക്കാലെന്ന് വിചാരിച്ച് തമ്പുരാൻ 4ാമത് നിവാദ കവച കാലകേയ വധം കഥയുണ്ടാക്കി കാണിച്ചു. അപ്പോൾ ഗുരുനാഥൻ എന്ത് പറഞ്ഞുന്നോ, അത് ആട്ടക്കാർക്ക് ആടാൻ കൊള്ളാം. ആട്ടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുറുക്കുള്ളവർക്ക് മുറുക്കാനും മൂത്രമൊഴിക്കാൻ പോകേണ്ടവർക്ക് അതിനും സമയം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ വജ്രബാഹു വജ്രകേതുക്കളെ കൂടെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ആടെയും വന്നൊരു ചെറിയൊരു പരിഹാസം. ഇത് കേട്ടപ്പോൾ ഈ കവിത ഗുരുനാഥന് നന്നെ ബോധിച്ചു എന്ന് മനസ്സിലാക്കിയാൽ തമ്പുരാന് വളരെ സന്തോഷമായി. കല്യാണ സൗഗന്ധികം ആട്ടക്കഥയിൽ പഞ്ചസായക നിലയേ എന്നുള്ളത് അബദ്ധപ്രയോഗമാണെന്ന് ഗുരുനാഥൻ പറഞ്ഞു. എന്നാൽ അത് അവിടെ നിന്ന് തന്നെ മാറ്റിത്തരണമെന്ന് തമ്പുരാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഗുരുനാഥൻ വളരെ കാലം വിചാരിച്ചിട്ടും അമ്പടാ അനങ്ങാൻ പറ്റിയില്ല. അത്രയും ഭംഗിയുള്ള വേറൊരു പദം അതിന് പകരം അവിടെ ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കേട്ടോ. ഒടുക്കം അത് തന്നെ മതിയെന്ന് സമ്മതിക്കുകയും ചെയ്തതായി കേട്ടിട്ടുണ്ട്. പിന്നെ ഭഗവതം ആട്ടക്കഥയിൽ കാടേ ഗതി നമുക്ക് എന്നുള്ള പ്രയോഗത്തിൽ അറം വരികയാലാണ്
ടിപ്പു സുൽത്താനെ ഭയപ്പെട്ടു നാടുവിട്ട് കാട് കയറുന്നതിനും രാജ്യം കൈവിട്ടു പോകുന്നതിനും സംഗതിയായതെന്നും കേൾവിയുണ്ട്. ഓ, കാടേഗതി നമുക്കെന്ന് പറഞ്ഞ് തറം പറ്റിപ്പോയി. ഇങ്ങനെ തമ്പുരാനെ പറ്റി അനേകം സംഗതികൾ പറയാനുണ്ട്. വിസ്താര ഭയത്താൽ ഇവിടെ അതൊക്കെ വർണ്ണിക്കുന്നില്ല. പ്രസിദ്ധനായി കോട്ടയത്ത് തമ്പുരാൻ മഹാകവിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലത്ത് ജീവിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നു കേട്ടോ. ഒരേ സമയത്താണ് ഇവർ രണ്ടുപേരും ജീവിച്ചിരുന്നത് എന്നർത്ഥം. രാജാധിപത്യമില്ലെങ്കിലും കോട്ടയത്ത് രാജകുടുംബ വംശക്കാർ ഇന്നും ഉണ്ട്. ഇന്നിപ്പോൾ അവർ രാജാക്കന്മാരുണ്ടല്ലോ, എല്ലാം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പോയില്ലേ. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് മാലിഖാനും പറ്റി പൂർവ്വസ്ഥാനമായ കോട്ടയത്ത് തന്നെ താമസിച്ചു വരുന്നു. ആര്? ഈ വംശക്കാർ. അങ്ങനെ ഈ കോട്ടയത്ത് തമ്പുരാന്റെ കഥയും നമ്മൾ പറഞ്ഞു തീർത്തു അല്ലേ. ഇനി മഹാഭാഷ്യം എന്നുള്ളൊരു കഥയാണ് നാളെ പറയാനുള്ളത്. അത് നമുക്ക് നാളെ പറയാം. വലിയ വലിയ കഥയാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റൂല. അപ്പം 2 ദിവസം എടുക്കേണ്ടി വരും. ഇന്നലെ ഇന്നും പറഞ്ഞത് വളരെ ചെറിയ കഥകളായിരുന്നു അല്ലേ. നമുക്ക് ഇത് ഇത്ര വലുതായത് കൊണ്ടും അത്ര അറിയപ്പെടുന്ന ഒരാളുടെ കഥയല്ലാത്തത് കൊണ്ടും ഭർതൃഹരിയുടെ കഥ വേണമെങ്കിൽ പറയാം. അതാണ് തോന്നുന്നു നല്ലത് അല്ലേ.